ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നാട്ടിലേക്ക് വരുന്ന വിശേഷമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് രാവിലെ നമുക്ക് നേരത്തെ ഇറങ്ങണമായിരുന്നേ. അതുകൊണ്ട് രാവിലെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഹായ് പറ, ഹായ് പറ, ഹായ് പറ ജാനി, ഹായ് 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 ഹായ്. ജാനിക്കുട്ടി ഇതാ രാവിലെ നമ്മൾ എവിടേക്കോ പോകാൻ റെഡിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മളടുത്ത് കയറി നിൽക്കുവാണ് കേട്ടോ, കൂടെ വരാനായിട്ട്. പാവം, എനിക്ക് സത്യം പറഞ്ഞാൽ അവൾ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ കേട്ടോ. അതിന് മുമ്പേ ഞാൻ നാട്ടിലോട്ട് പോകുന്നതിൻ്റെ നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നേ. ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. കാശി പിങ്കിക്ക് ടാറ്റ വേണേ. ടാറ്റാ. കാശിയോടെ ടാറ്റ കൊടുത്താണ്, ജാനിക്ക് ടാറ്റ കൊടുത്താണ്. പാവല്ലേ. ഇതെനിക്ക് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഫേസ് ആയിരുന്നേ. കാരണം കുഞ്ഞുമായിട്ട് ഞാൻ അത്യാവശ്യം നല്ല അറ്റാച്ച്ഡ് ആയതിനു ശേഷമാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അപ്പം എനിക്ക് അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടൈം ആയപ്പോഴത്തേക്കും ഞാനങ്ങ് സെറ്റായി. ഇവിടെ കാശിയാണെങ്കിൽ ഫീഡൊക്കെ ചെയ്തിട്ട് കയറിയോണ്ട് അവർ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ദുബായിലാണ് താമസിക്കുന്നതെങ്കിലും നമ്മൾ അബുദാബിയിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്. 3 പേർക്കും കൂടെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം റേറ്റ് കുറച്ചൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അബുദാബിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ട്രാവലുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2:30 കേട്ടോ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിനുള്ളിൽ നമുക്കവിടെ എത്തിച്ചേരണം. കാശിയാണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥലം പതുക്കെ പതുക്കെ വിട്ട് വരുവാണ് കേട്ടോ. കുഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല ഉറക്കത്തിലേക്കായിട്ടുണ്ട്. പിന്നെ വണ്ടിയിലിരുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ചിരുന്നതുകൊണ്ട് സമയം പോയതൊന്നും വലിയ കാര്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പം പോകുന്ന വഴിക്ക് ഒരാളെയും കൂടെ നമുക്ക് പിക്ക് ചെയ്യാനുണ്ടായിരുന്നേ. കാശിക്കൊണ്ടാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു പൂച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സൊക്കെ അവനുണ്ടായിരുന്നു. നമ്മൾ 2 പേരും ഒരുമിച്ചുള്ളത് കൊണ്ട് അവന് നാട്ടിൽ പോകുന്ന വലിയ സീനൊന്നും ആയിരുന്നില്ല. ഇതിനിടയ്ക്ക് ഞങ്ങളിവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. എല്ലാവർക്കും ഉണ്ടോ? താങ്ക് യു ചേട്ടാ. ചേട്ടൻ തമ്പുരാൻ. അതിൻ്റെ ഇടയ്ക്ക് ഷിജുവണ്ണനെ പിക്ക് ചെയ്ത് ചേട്ടൻ നമുക്ക് കോഫിയും ഡോണട്ടും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ലൈഫിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ബെസ്റ്റ് ഡോണട്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാശി വലിയ കാര്യത്തിലിരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയ മടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മാറ്റാൻ ഇത് തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഓരോ ഡോണട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് ദൂരം കൂടെ ട്രാവലുണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ പഴയ എയർപോർട്ടിലേക്കാണ് കേട്ടോ എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പുതിയ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ സമയമായപ്പോഴത്തേക്കും കുഞ്ഞിന് പിന്നെയും ഉറക്കക്ഷീണമൊക്കെ വരുന്നുണ്ടായിരുന്നേ. ഒരു ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നാട്ടിൽ പോകുന്നത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് കേട്ടോ. കാരണം കാശി ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും എല്ലാവരെയും എങ്ങനെ കാണും, എല്ലാവരും എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് വരുന്ന പോലെ അല്ലല്ലോ, കുഞ്ഞുള്ളപ്പോൾ കുറച്ച് സ്പെഷ്യലാണല്ലോ. അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻലി പറയുവാണെങ്കിൽ ഞാൻ ആരോടും പറയാതാണ് കേട്ടോ ഇപ്രാവശ്യം നാട്ടിൽ പോകുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളോട് അവിടെ സ്റ്റേ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നുള്ളൂ. അവർ ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. കാരണം വന്നപ്പോഴത്തേക്കും അങ്ങനെയായിരുന്നു കേട്ടോ എല്ലാവരുടെയും സ്വീകരണം. അങ്ങനെ ഞങ്ങൾ പിന്നെ എയർപോർട്ടിലേക്ക് എത്തി. പാർക്കിങ്ങിലൊക്കെ പോയി ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവിടെ ഈ എയർപോർട്ടിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അബുദാബിയിൽ നിന്ന് പോകുന്നത്. നല്ല നടക്കാനുണ്ട്. നടന്ന് നല്ല ഊപ്പാട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഹാൻഡ് ലഗേജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്യൂട്ടി ഫ്രീ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് നടക്കാൻ കുഞ്ഞിനെയും കൊണ്ട് നല്ല പാടായിരുന്നു കേട്ടോ.
ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നേ. നല്ല ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഇനിയിപ്പം നമ്മൾ ലഗേജൊക്കെ എടുത്ത് നേരെ മേലേക്ക് പോവുകയാണേ. ഞങ്ങളെ കൊണ്ടാക്കാനായിട്ട് ചേട്ടനും ചേട്ടത്തിയും ഷിജു അണ്ണനുമാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നേ. ഷിജു അണ്ണനെ പോണ വഴിക്ക് പിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്നതായിരുന്നേ. അപ്പോൾ പിന്നെ പതുക്കെ നടന്ന് നീങ്ങുന്നുണ്ട്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇതൊക്കെ നടന്നിട്ട് കുറച്ച് ടൈമായല്ലോ. ഇതൊക്കെ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങളാണ്. അതിപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു കാര്യം എന്നെനിക്ക് ചില സമയത്തൊക്കെ തോന്നാറുണ്ട്. കാശിക്കൊണ്ടാണെങ്കിൽ ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ കയ്യും പിടിച്ച് അങ്ങ് നടന്ന് പോവുകയാണ്. പിന്നെ എസ്കലേറ്ററിലൊക്കെ കയറി ഓട്ടോ ആയിരുന്നു. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഈ ഒരു ഏരിയയിലുണ്ടായിരുന്നേ. പിന്നെ അവൻ എവിടെയാണ് പോകുന്നത് എന്നൊന്നുള്ളൊരു സെറ്റപ്പൊന്നും ഇല്ല. ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറാൻ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ചേട്ടനും ചേട്ടത്തിക്കും ഒക്കെ ഉമ്മയെ കൊടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എല്ലാ പരിപാടിയൊക്കെ സെറ്റാക്കി ഡ്യൂട്ടി ഫ്രീയിലോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഇപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിതാ പിന്നെ എല്ലാം ഒരു ചടപടേന്നായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ ചെക്കിങ് കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ അധികം വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്തിഹാദ് എയർവേസിൽ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നേ. നോക്ക് ഇനി വയ്ക്കുമായിരിക്കും. ഹായ് പറ കാശി. ഹായ് ടേക്ക് ഓഫ് സമയത്ത് ചെവി അടയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവൻ ഈ ഒരു ഇയർപാഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കിച്ചുവേട്ടൻ വെക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അവൻ ഒരു കുലുക്കവും ഇല്ലായിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. ഈ സമയത്ത് എന്നെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു വോയിസ് കോളിലൂടെ അതങ്ങ് സോർട്ട് ഔട്ട് ചെയ്തു കേട്ടോ. പുറത്തേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞോ, സേഫായിട്ട് നിങ്ങൾ കയറിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനോട് സംസാരിച്ച് കാശി ഇങ്ങനെ എന്തൊക്കെയോ പരാതിയും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം ടേക്ക് ഓഫിനുള്ള ടൈമാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ള ടേക്ക് ഓഫ് ആയിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. വലിയ ചെവിയടപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് മുന്നൊക്കെ എനിക്കിങ്ങനെ ചെവി ഇങ്ങനെ അടയ്ക്കുന്ന കണക്കൊക്കെ തോന്നും, ഇല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബൻസ് കണക്കൊക്കെ തോന്നുമായിരുന്നു കേട്ടോ. ഇത് എല്ലാം പൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കാശിയാണെങ്കിൽ അവൻ്റെ അറിവ് വെച്ച സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ. അവ എങ്ങനെ ഫീൽ ചെയ്യും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ക്യാം മാക്സിമം ഞാൻ ഓണാക്കി വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നേ. കേട്ടോ കാശിക്കോടിൻ്റെ ടേക്ക് ഓഫിൻ്റെ എക്സ്പീരിയൻസ്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ വലിയ കുലുക്കമൊന്നും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെവി അടയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ അവന് ക്യാൻഡീസ് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇങ്ങനെ മേലെന്ന് കയറിയപ്പോൾ ഉള്ള വ്യൂ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. പിന്നെ അതാ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സീ ഏരിയയിലോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് ഇതായിരുന്നു കേട്ടോ വ്യൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മേഘങ്ങളൊക്കെ ഓരോ കഷ്ണങ്ങളായിട്ട് നിൽക്കുന്നതൊക്കെയുള്ള ഫീൽ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് എനിക്ക് നല്ല രീതിക്ക് തലവേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വ്യൂ ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഞാനിങ്ങനെ കുറേ നേരം അത് നോക്കി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലുമൊക്കെ ടൈമിൽ ഫ്ലൈറ്റ് എടുക്കുന്ന ടൈമിൽ ഞാൻ എപ്പോഴും വിൻഡോ സീറ്റാണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് കാഴ്ചകൾ കാണാൻ
അത്രയ്ക്ക് ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും മോനും കുറച്ച് കാർട്ടൂണും കാര്യങ്ങളും ഒക്കെ കണ്ടിരിപ്പായി കേട്ടോ. അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഫുൾ വ്യൂസും ഒക്കെ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതാ ഈ ഒരു വ്യൂസൊക്കെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്. ഞാൻ കണ്ടതിൽ വെച്ച് ബെസ്റ്റ് വ്യൂസാണ് കേട്ടോ ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാ കിച്ചുവേട്ടനാണെങ്കിൽ അവൻ്റെ ഇയർപാഡും വെച്ച് വലിയ കാര്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാശിക്കൊണ്ടാണെങ്കിൽ എന്തൊക്കെയോ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാ പൊളി ഫുഡായിരുന്നെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ആ ഒരു ടൈമിൽ കഴിച്ചപ്പോഴത്തേക്കും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഇപ്പോഴും എനിക്ക് ആ ഫുഡ് നല്ല ടേസ്റ്റായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ ഓരോ പാക്കറ്റ് പൊട്ടിച്ച് കാശിയുടെ പാക്കറ്റ് ആദ്യം പൊട്ടിക്കാണ്ട് ഞാൻ അവന് ഫീഡ് ചെയ്തിട്ട് ആണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൻ പുഡിങ്ങും കാര്യങ്ങളൊന്നും തൊട്ടിട്ടില്ലായിരുന്നു. അത് ഞാൻ മൊത്തം ഒറ്റയ്ക്ക് അകത്താക്കി. കാരണം ഒരുപാട് മധുരമില്ല, എന്നാൽ അത്രയ്ക്കും ഒരു മാംഗോയുടെ ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഈ ജ്യൂസും നല്ലതായിരുന്നു കേട്ടോ. ഈ ഒരു സാലഡ് മാത്രമാണ് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാണ്ടിരുന്നത്. എന്തോ കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നി. അത്രയും നേരം കഴിച്ച ഫുഡിൻ്റെ ടേസ്റ്റെല്ലാം ഒറ്റയടിക്ക് പോകാൻ പറ്റിയൊരു സാധനമായിരുന്നു കേട്ടോ. മേ ബി അത് ഹെൽത്തിന് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും, ബട്ട് എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. കിച്ചുവേട്ടനാണെങ്കിൽ കിട്ടിയ സമയം കൊണ്ട് ആ ഒരു ബിയറും കുടിച്ച് പിന്നെ പുള്ളിക്കാരൻ കിടന്നങ്ങോട്ട് ഉറക്കമായേ. പിന്നെ എന്തുവാ, നമ്മൾ കുറേ നേരമൊക്കെ ഇരിക്കുമ്പോൾ നമുക്കും ബോറടിക്കുമല്ലോ. കാശിയും നല്ല ഉറക്കമായപ്പോഴത്തേക്കും കിട്ടിയ സമയം കൊണ്ട് ഞാനും ഒത്തിരി അങ്ങ് ഉറങ്ങി കേട്ടോ. ഇത് ഉറങ്ങി എണീറ്റിട്ടെടുത്ത വീഡിയോ ആണ്. തൊണ്ടയൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. ലഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 4 മണിയൊക്കെ ടൈമിനായിരുന്നേ. അപ്പം ലഞ്ചൊക്കെ കഴിച്ചിട്ട് 2 മണിക്കൂർ ഉറങ്ങിയൊക്കെ ഞങ്ങൾ എണീറ്റപ്പോഴത്തേക്കും ഏകദേശം ഇതായിരുന്നു കേട്ടോ വ്യൂ. എൻ്റെ പൊന്നി, ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്ലൈറ്റിൽ മിക്കവരും വിൻഡോ സീറ്റൊക്കെ പിടിച്ചിട്ടിട്ട് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ എങ്ങനെ മിസ് ചെയ്യാൻ തോന്നുന്നു എന്ന് ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി. ഞാനിങ്ങനെ പരതി നോക്കുമ്പോഴത്തേക്കും മിക്കവരും ഉറക്കമായിരുന്നു കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു സൺ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നേ. അത് എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ കാശിക്കുട്ടൻ ഇപ്പോഴും നല്ല ഉറക്കമായിരുന്നേ. കിച്ചുവേട്ടൻ പിന്നെ അവൻ ഉറങ്ങിയിട്ടും എന്തൊക്കെയായിരുന്നു കാണുന്നുണ്ട്. പിന്നെ അവൻ ഉറക്കം എണീറ്റിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെ പിന്നെയും എന്തൊക്കെയോ ഇരുന്ന് കാണാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ലാൻഡിങ്ങിലുള്ള ടൈമൊക്കെ ആയി വരുന്നുണ്ട്. ഒരു ഹാഫ് അവറിനുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യുമെന്നൊക്കെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ. ഇനി ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ്. കാശിയെടുത്തും നമ്മളിങ്ങനെ മൈൻഡ് ഇങ്ങനെ പ്രിപ്പയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നേ. നാടൊക്കെ കാണാൻ എന്ത് രസമല്ലേ. ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, എനിക്കിത് ഈ നേരം വെളുത്തിരിക്കുന്ന ടൈമിൽ കാണാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. മുന്നൊക്കെ വരുമ്പോൾ അങ്ങനെ ആയിരുന്നു. ഇതിപ്പോൾ രാത്രി വന്നപ്പോഴത്തേക്കും നമ്മളെ റോഡൊക്കെ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പം ഫുൾ അതിലിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലാൻഡ് ചെയ്യുവാണ് കേട്ടോ. കാശിയാണെങ്കിൽ കുറച്ചൊക്കെ പേടിച്ചിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഓക്കെ ആയിട്ടങ്ങ് പോയി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്കിനി എല്ലാവരെയൊക്കെ ഇങ്ങനെ സർപ്രൈസ് ചെയ്യണം എന്നുള്ളൊരു തോട്ടാണ് കേട്ടോ എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലാൻഡിങ് ഒക്കെ സേഫായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലഗേജ് എടുത്ത് വെളിയിൽ ഇറങ്ങണമായിരുന്നു കേട്ടോ. അത് കുറച്ച് ടാസ്ക്കായിരുന്നേ. നമുക്ക് അവിടെ എല്ലാം സ്മൂത്ത് ആയിരുന്നെങ്കിൽ ഇവിടെ കുറച്ച് ടാസ്ക്കായിരുന്നു. അങ്ങനെ എല്ലാവരും ഇറങ്ങുന്നതിൻ്റെ വെപ്രാളത്തിൽ നമ്മളും കൂടി ഇറങ്ങാൻ നിന്നില്ല. നമ്മൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ. അല്ല കാശിയുണ്ടല്ലോ അന്തപ്പെട്ട് പോകുന്ന ഗൂഗിളിൻ്റെ അടുത്ത് നമ്മൾ എത്തുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാശിയൻ അവനിങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ എനിക്കറിയത്തില്ല, കാശി ഇങ്ങനെ അവനിങ്ങനെ ഞെട്ടി നോക്കിയിരുന്നിട്ട് ഗൂഗിൾ മാമൻ എന്നിങ്ങനെ പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ കോളിലൊക്കെ കാണുന്നുണ്ടെങ്കിലും അവന് എന്തോ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെയാണ് കേട്ടോ അവൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം നേരെ എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം പോകുന്ന വഴിക്കാണ് എൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു. എന്നിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കണം. കാരണം ഈ ഒരു ടൈം കൊണ്ട് അത്യാവശ്യം നല്ല ഹെഡേക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചെറിയൊരു വിശപ്പൊക്കെ ഇങ്ങനെ മുളപൊട്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല മധുരമുള്ളൊരു ചായയാണ് കേട്ടോ ആ ഒരു സമയത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നത്. കാശിക്കൊരു ബൂസ്റ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ എൻ്റെ വീട്ടിലേക്ക് പമ്മി കയറി ചെല്ലുവാണ് കേട്ടോ. മമ്മി ഇങ്ങനെ കുഞ്ഞിനെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും എടുത്തിട്ട് ഒറ്റ പോക്കകത്തേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തിട്ട്. പറയുന്നത് ഞാൻ വരുന്നുണ്ടോ എന്ന് അവരറിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട് പക്ഷേ എന്താണെന്തോ അങ്ങനെ റിയാക്ട് ചെയ്തത്. പണ്ടൊക്കെ എന്നെ ഇങ്ങനെ വന്ന് പിടിച്ചൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ഞാൻ 7ാം മാസം പ്രഗ്നൻ്റ് ആയിരുന്നുള്ള ടൈമിലും ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്നെ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുമായിരുന്നു. എന്തൊക്കെയോ എന്തോ അന്നത്തെ ഒരു ഫീലൊന്നും ഇപ്പോൾ ഇല്ല. കുഞ്ഞിനെ കിട്ടി, കുഞ്ഞിനെയും കൊണ്ടങ്ങ് പോയി. ഞാൻ അവരെന്തൊക്കെയോ ആ സമയത്ത് പറയുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വോയിസ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒറിജിനൽ ഓഡിയോ കൊടുക്കാണ്ടിരിക്കുന്നത്. കാശ് കൊണ്ടാണെങ്കിൽ വീഡിയോ കോളിലൊക്കെ അവരോട് സംസാരിക്കുമെങ്കിലും പെട്ടെന്ന് അവരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തോ പോലെ ഫീലായിരുന്നു കേട്ടോ. എന്തോ പേടി പോലെയൊക്കെ തോന്നി. വീട്ടിൽ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലും എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഗോകുലും ഞങ്ങളോടെ വരുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ ആ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് താമസിക്കാതെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെന്ന് കയറി ഒരു 10 മിനിറ്റോ മാത്രമേ നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് രാത്രിയും കൂടെ ആയതുകൊണ്ട് പിന്നെ അവർക്ക് കിടന്ന് ഉറങ്ങണമല്ലോ. ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ, 10, 10:30, 11 മണിക്ക്, അതേ 12 മണിയൊക്കെ ആയി കാണും കേട്ടോ. നമ്മളങ്ങനെ ഇറങ്ങിയിട്ട് നേരെ ഇനി ചിറയൻകീഴോട്ട് പോവുകയാണേ അമ്മയും അച്ഛനെയും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാലം പണി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ അതുവഴി പോകുന്നത്. അതുകൊണ്ട് പാലം കയറി തന്നെ പോകാമെന്ന് വിചാരിച്ച് ആ റോഡ് വഴിയാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. അതുവഴി ചെന്നിട്ട് ഇനിയിപ്പം അമ്മയെ കാണണം. അമ്മ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നതാണ് കേട്ടോ ഞങ്ങളെ കണ്ടതെന്ന്. എനിക്ക് ആ അമ്മയുടെ മൂമെൻറ്റ്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ. ഉറങ്ങിക്ക അപ്പോഴേ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.